അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ എതിര് നിൽക്കുന്നവൻ, ദുഃഖിപ്പിക്കുന്നവൻ എൻ്റെ മുഖം കാണൂല. ഇതിങ്ങനെ പറയുമ്പോൾ സാന്ദർഭികമായി ഇന്ന് വല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ബാപ്പമ്മമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അതുപോലെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, പ്രവാസ ലോകത്തുള്ള ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്തയക്കുന്ന ഒരു വല്ലാത്ത സ്വഭാവമുണ്ട് ഇപ്പോൾ. സുബ്ഹാനല്ലാഹ്. സർപ്രൈസ് കൊടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും സന്തോഷിപ്പിക്കലും ഒക്കെ നല്ലതാണ്, അതിലൊന്നും നമ്മളാരും എതിര് പറയല്ല. പക്ഷേ ഭാര്യയുടെ ആനിവേഴ്സറിയുടെ ഗിഫ്റ്റുമായിട്ട് പ്രവാസ ലോകത്തുള്ള ഭർത്താവ് വിളിച്ചു പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്നതാരാ? ഏതോ ഒരു അന്യപുരുഷൻ. അയാളിങ്ങനെ കയറി വരികയാണ്. എന്നിട്ടോ നിങ്ങൾക്ക് ഭർത്താവ് തന്ന ഗിഫ്റ്റ് തരാനാ വന്നത്, ഇതൊന്നും അല്ല. പിന്നെ ആ ഭാര്യനൊന്ന് പ്രാങ്ക് ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഒരു പ്രാങ്ക് ചെയ്യൽ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബേജാറാക്കുക. നിങ്ങളുടെ ഭർത്താവ് 2 ലക്ഷം രൂപ എൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഇപ്പം തരണം അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇവളാകെ ബേജാറായി. ഇപ്പം അടുത്ത് ഞാൻ കണ്ടു, ഒരു പെണ്ണ് ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അവിടുത്തെ പ്രായമുള്ള ഉമ്മനോട് പറയാണ്, നിങ്ങളുടെ മകന് എനിക്ക് വല്ലാതെ മെസ്സേജ് അയച്ചിട്ട് ആകെ സ്വീപ്പാക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഭാര്യയും മക്കളുള്ള ഒരു ചങ്ങാതിൻ്റെ ഉമ്മനോട് ചെന്നിട്ട് പറയാണ്, നിങ്ങളുടെ മകന് എനിക്ക് വല്ലാതെ മെസ്സേജ് രാത്രി കാലങ്ങളിലും മറ്റോ ഒക്കെ അയച്ച് ഫോൺ വിളിച്ചാകെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. നല്ല തറവാടിത്തത്തോടെ അന്തസ്സോടെ ജീവിക്കുന്ന ആ ഉമ്മയും ബാപ്പയും വല്ലാതെ ബേജാറായി പോയി. കാരണം ഈ മകൻ്റെ ഭാര്യ ഉള്ളിലുണ്ട്. അപ്പോഴാണ് ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ മകൻ എനിക്ക് വല്ലാതെ ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് ആകെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. ആകെ ബേജാറായി പോയി. എന്നിട്ട് അവസാനം പറയാണ്, ഹാപ്പി ആനിവേഴ്സറി. സുബ്ഹാനല്ലാഹ്. ഹാപ്പി ആനിവേഴ്സറി. ആകങ്ങട്ട് വല്ലാതെ ബേജാറായിട്ട് 2 ലക്ഷം രൂപ ഭർത്താവ് തരാനുണ്ട്, ഇപ്പം തരണല്ലേ, പോലീസ് കേസാക്കും, അങ്ങനാക്കും എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ആകങ്ങട്ട് ഒന്നുമല്ലാതെ ബേജാറായി നിന്നിട്ട് അവസാനം പറയാണ് ഹാപ്പി ആനിവേഴ്സറി, അല്ലെ ഹാപ്പി ബർത്ത്ഡേ. സന്തോഷിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഒന്നിങ്ങോട്ട് ദുഃഖിപ്പിച്ചാലേ സന്തോഷം കിട്ടുന്നുള്ളൂ. ചില മനുഷ്യന്മാർക്ക് സന്തോഷിപ്പിക്കണം, പക്ഷേ ആ സന്തോഷിപ്പിക്കുന്നത് കേവലം സന്തോഷിപ്പിച്ചാൽ ആ കൊടുത്തയക്കുന്നവനൊരു സന്തോഷമല്ല. പിന്നെ അമ്മനൊന്ന് ബേജാറാക്കിയിട്ട് സന്തോഷിപ്പിക്കുക, ബാപ്പനൊന്ന് ബേജാറാക്കിയിട്ട് സന്തോഷിപ്പിക്കുക, ഭാര്യനൊന്ന് ബേജാറാക്കിയിട്ട് സന്തോഷിപ്പിക്കുക. അതും ഏതോ ഒരു അന്യ പുരുഷൻ വന്നിട്ട് ഇങ്ങനെ കൊടുക്കാൻ, എന്നിട്ട് പറയാൻ ഒരു ഐ ലവ് യു പറയും. സുബ്ഹാനല്ലാഹ്. ഏതോ ഒരു അന്യ പുരുഷൻ വന്നിട്ട് ഭാര്യനോട് പറയാൻ, ഇതാരാ കൊടുത്തയച്ചതെന്ന് മനസ്സിലായോ? ഒരു ഐ ലവ് യു പറയും. ഈ ചങ്ങാതിൻ്റെ മുന്നിൽ ഭർത്താവിനോട് പറയാനുള്ളതാണോ ഈ വാക്ക്? സുബ്ഹാന ജല്ല ജലാലുഹു. ഈ മാതിരി തോന്നിവാസങ്ങളൊന്നും ചെയ്തിട്ടല്ല ബാപ്പമ്മമാരെയും ഭാര്യമാരെയും ഒന്നും സന്തോഷിപ്പിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം അത്തരക്കാർക്ക് കാണാൻ കഴിയുകയില്ല. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വത്താരികുലി സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് എൻ്റെ മുഖം കാണാൻ കഴിയൂല. ഞാനും നിങ്ങളും റസൂലുള്ളാഹിന്റെ മുഖം കാണണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഒഴിവാക്കുന്നവരാണോ? റസൂലുള്ളാഹിനെ കാണാൻ കഴിയുമോ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വുളു എടുക്കുന്ന സമയത്ത് 3 തവണ കഴുകുക എന്ന സുന്നത്ത് ഒരു തവണ ഒഴിവാക്കി പോവുകയാണ്. അന്ന് എന്തോ ഒരു തിരക്കുള്ള കാരണം കൊണ്ട് 1 or 2 തവണ മാത്രമാണ് കഴുകിയത്. 3 തവണ അന്ന് കഴുകാൻ കഴിഞ്ഞില്ല. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിനെ സ്വപ്നം കാണുന്നു.
കാന മുതഗയ്യിറല്ലോ, തങ്ങളുടെ മുഖം വിവർണമാണ്. ചോദിച്ചു, തങ്ങളെ എന്തേ ഫുളൈലിന്റെ ഭാഗത്ത് വല്ല അപാകതയും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങയുടെ മുഖമാകെ വിവർണമാണല്ലോ. ആ സമയത്താണ് ലോകത്തിലെ നേതാവ് പറയുന്നത്, യാ ഫുളൈൽ ഇന്നകും തദ്ഉന മഹബ്ബതി വതതുറുകൂന സുന്നതി. നിങ്ങൾ എന്നോട് വലിയ സ്നേഹമുണ്ട് എന്നിങ്ങനെ വാദിക്കുന്നു, പറഞ്ഞു നടക്കുന്നു, പ്രകടിപ്പിക്കുന്നു. പക്ഷേ എല്ലാ സുന്നത്ത് ഒഴിവാക്കുന്ന ആൾക്ക് എന്ത് മഹബത്താണ് ഫുളൈലേ. കുറഞ്ഞ ദിവസങ്ങളില്ലാൽ ചെറുപ്പക്കാരാ, ന്യൂ ഇയർ വരാൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, റജബ് മാസത്തിലെ പാതിരാ സമയത്ത് ഡിസംബർ 31 ന്യൂ ഇയർ എന്നും പറഞ്ഞിട്ട് അടിച്ചു പൊളിക്കാൻ നിൽക്കണ്ട. ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ നബാത്തിയ ഖുതുബ ഇങ്ങനെ ഓതുമ്പോ ശ്രദ്ധിച്ചവർക്ക് അറിയാം, റജബ് മാസം എന്ന് പറയുന്ന പവിത്രമായ മാസത്തിനെ ബഹുമാനിക്കാതെ ഏതെങ്കിലും ഒരാൾ അധാർമികമായ തോന്നിവാസമായ പ്രവർത്തനങ്ങൾ ചെയ്താൽ അല്ലാഹു തആല അവനുള്ള ശിക്ഷയെ വെച്ച് താമസിപ്പിക്കൂല. അവന് ശിക്ഷ റൊക്കമായി നൽകുന്നതാണ്. കാരണം റജബുൽ ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. പോരാ, റജബുൽ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ നടത്താനില്ല ഏറ്റവും വലിയ മാസങ്ങളിൽപ്പെട്ട മാസമാണ് ശഹ്റുല്ലാഹുന്ന റജബ് മാസം. ആ റജബ് മാസത്തില് ഡിസംബർ 31 രാത്രി ന്യൂ ഇയർ എന്നും പറഞ്ഞിട്ട് മോനെ അള്ള പൊരുത്തപ്പെടാത്ത കോലത്തില് ഇറങ്ങാൻ നിൽക്കണ്ട. തട്ടമിട്ട താത്തമാര് റോട്ടിൽ തുള്ളുന്ന കാലമാണ്, പർദ്ദയിട്ട താത്തമാര് റോട്ടിൽ തുള്ളുന്ന കാലമാണ്, അന്യപുരുഷന് റോഡിന്റെ നടുവിൽ വെച്ച് ചുംബനം നൽകുന്ന കാലമാണ്. ഓ ഉമ്മമാരെ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരാണോ, അല്ലാഹനെ പേടിക്കുന്നവരാണോ, ഈമാനോടെ മരിക്കണോന്ന് ആഗ്രഹിക്കുന്നവരാണോ? ചെറുപ്പക്കാരാ, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ഇത് ഉസ്താദുമാര് പറയുന്നത് പോലെ കേട്ടാൽ അടിച്ചു പൊളിക്കാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് മോനെ തുള്ളാൻ പോകണ്ട. അവിടെ വെച്ച് തന്നെ കുഴല് വേണം മരിച്ചു പോകാൻ സാധ്യതയുള്ള ദുനിയാവാ. ഗാനമേളക്ക് പാട്ടുപാടുമ്പോ കുഴല് വേണം മരിച്ച ആളുകളെ നമ്മൾ വായിച്ചതാണ് കേട്ടോ. സ്ഥാനാർത്ഥി വിജയിച്ചതിൻ്റെ പേരില് തുള്ളുന്നതിൻ്റെ ഇടയിൽ അറ്റാക്ക് വന്ന് മരിച്ചു പോയത് നമ്മൾ കണ്ടവരാണ് കേട്ടോ. ആര് മരിച്ചാലും ഞാൻ മരിക്കൂല എന്നുള്ള വല്ലാത്തൊരു ഊക്കുള്ള ചെറുപ്പക്കാരനാണോ? നിന്നോട് വയലില്ല, നിന്നോട് ഉപദേശമില്ല, നിന്നോട് ദീന് പറയുന്നില്ല. ഇത് അല്ലാഹുവിനെ പേടിക്കുന്ന യുവാവിനോടാ, റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന യുവാവിനോടാ. ന്യൂ ഇയർ വരുമ്പോ എടാ തുള്ളിച്ചാടലല്ലോ, അല്ലാഹുവിലേക്ക് ഒന്നുകൂടെ മടങ്ങാനുള്ള സമയമാണ്. പടച്ചോനെ, ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണല്ലോ. പള്ളിക്കാട്ടിലെന്നെ കൊണ്ടുപോയി അടക്കാനുള്ള ദിനങ്ങള് ഒന്നുകൂടെ ഒരു വർഷം കൂടെ കൊഴിഞ്ഞു പോയല്ലോ. ഈ ചിന്തയാണ് നമ്മളുടെ മനസ്സിൽ വേണ്ടത്. അല്ലാഹു നല്ലവരെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ, അവസാനിപ്പിക്കട്ടെ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വമൻ ലം യുസല്ലി അലയ്യ ഇദാ ദുകിർതു
ബൈന യദൈഹി, ഒരാളെ മുന്നിൽ വെച്ചിട്ട് എന്നെ പറഞ്ഞിട്ട് അവൻ എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ മടി കാണിക്കുന്നവനാണോ? ലാ യറാ വജ്ഹി, എൻ്റെ മുഖം അങ്ങനത്തെ ആള് കാണൂല. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞിട്ട് സ്വലാത്ത് ചെല്ലാൻ പോലും നാവ് ചലിപ്പിക്കാത്തവനാണോ? എടാ, നിന്റെ കണ്ണുകൊണ്ട് മുത്തുനബിയെ കാണാൻ നിനക്ക് കഴിയൂല. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവൻ ഉറപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണും. മുഹമ്മദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു കുൻതു ഉസല്ലി സ്വലാത്ത അലൻ നബിയ്യി ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും ഒരു നിശ്ചിത എണ്ണം സ്വലാത്ത് ചൊല്ലിയിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അവിടുന്ന് പറയാണ്, ഒരു രാത്രി ഞാൻ ഇങ്ങനെ കിടന്നപ്പോ റഅയ്തുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ദഖല ഇലാ ഹുജ്രി മിനൽ ബാബ്, വാതിലും തുറന്നിട്ട് എൻ്റെ റൂമിലേക്ക് മുത്തുനബി ഇങ്ങോട്ട് കടന്നു വന്നു. റൂമിലാകെ പ്രകാശം വരുന്നു. എന്നിട്ട് മുത്തുനബി എന്നോട് പറയാണ്, ഹാതി ഹാദൽ ഫമ അല്ലദി യുക്സിറു സ്വലാത അലയ്യ ഉഖബ്ബിലഹു, മോനെ നിന്റെ വായ ഒന്നും ഇങ്ങോട്ട് അടുപ്പിച്ചുതാ, ഞാൻ ആ വായക്കൊരു ചുംബനം കൊടുക്കട്ടെ. എന്തേ കാരണം? എൻ്റെ പേരിൽ വല്ലാതെ സ്വലാത്ത് ചൊല്ലുന്ന വായയാണ്, നാവാണല്ലോ, ഞാനൊരു ചുംബനം കൊടുക്കട്ടെ എന്ന് മുത്തുനബി പറഞ്ഞു. എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി. എൻ്റെ വായയിൽ റസൂലുള്ളാഹി ചുംബിക്കുകയോ എൻ്റെ നാവിന് ചുംബിക്കുകയോ? ഞാനിങ്ങനെ തല താഴ്ത്തി നിന്നപ്പോൾ ഫഖബ്ബലനി ഫീ ഖദ്ദി, തങ്ങൾ എൻ്റെ കവിളത്തൊരു ഉമ്മ വെച്ചു. എൻ്റെ കവിളത്തൊരു ഉമ്മ വെച്ചു. ഞാൻ പേടിച്ചങ്ങോട്ട് എഴുന്നേറ്റു. അബൂ സഈദ് തങ്ങൾ പറയാൻ, ഞാൻ പേടിച്ചങ്ങോട്ട് എഴുന്നേറ്റു. ഞാനിങ്ങനെ ഞെട്ടി എഴുന്നേറ്റപ്പോൾ എൻ്റെ അടുത്ത് കിടക്കുന്ന ഭാര്യയും ഉണർന്നു. സുബ്ഹാനല്ലാഹ്, വീട്ടിലും മൊത്തം വലിയ സുഗന്ധം ഇങ്ങനെ പരക്കുകയാണ്. മഹാനവറുകൾ പറയുന്നു, 8 ദിവസത്തോളം ആ സുഗന്ധം എൻ്റെ കവിളിലുണ്ടായിരുന്നു. എൻ്റെ ഭാര്യക്ക് ആ സുഗന്ധം എപ്പോഴും അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇത് സ്വലാത്ത് ചെല്ലുന്നവന് കിട്ടുന്ന ഗുണമാണ്. ഞാൻ ആലോചിക്കുകയാണ്, കൊല്ലം ജില്ലയിലെ ഒരു വലിയ പണ്ഡിതൻ, പേര് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, വഫാത്തായി പോയ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടി എൻ്റെ ഭാര്യയോടൊപ്പം പഠിച്ച ഒരു പെൺകുട്ടി. സുബ്ഹാനല്ലാഹ്, കുറച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യയെ അവൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു, എൻ്റെ മകനുണ്ട്. അന്ന് 7-8 വയസ്സേ ഉള്ളൂ ആ മകന്. എൻ്റെ മകൻ മുത്തുനബിയെ സ്വപ്നം കണ്ടു. എൻ്റെ മകൻ മുത്തുനബിയെ സ്വപ്നം കണ്ടു. ചെറിയ മോനാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ആ പൊന്നുമോൻ ഉറങ്ങുക. നല്ല പണ്ഡിത തറവാട്ടിൽ പിറന്ന മോനാണ്. എന്നിട്ട് ഉമ്മച്ചിനോട് ഇടയ്ക്കിടയ്ക്ക് പറയൂ, എനിക്ക് മുത്തുനബിനെ കാണാനാണ് സ്വലാത്ത് ചൊല്ലുന്നത്, മുത്തുനബിനെ കാണാനാണ് സ്വലാത്ത് ചൊല്ലുന്നത്. ഒരു ദിവസം രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആ പൊന്നുമോൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മച്ചി, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടു, മുത്തുനബിനെ കണ്ടു. സുബ്ഹാന ജല്ല ജലാലു. ആ സഹോദരി എൻ്റെ ഭാര്യയോട് പറയാണ്, എൻ്റെ മോൻ കണ്ടു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ ആ സമയത്ത് എഴുന്നേറ്റപ്പോൾ ഞങ്ങളെ റൂമിൽ എന്തെന്നില്ലാത്തൊരു സുഗന്ധം ഇങ്ങനെ പരന്നിരുന്നു. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവം ഞാൻ ഈ പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ അങ്ങനെയുള്ള അവസരം തരണേ അല്ലാ, അവസരം തരണേ അല്ലാ. പടച്ചവനെ, മുത്തുനബിയെ കാണാനുള്ളൊരു വലിയ സബബായി ഞങ്ങളെ ഈ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനെ.